ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിടും. ദൈവം നൽകിയ നന്മകൾക്കായി ദൈവമേകിതൻ സൂനുവേ പാപി എനിക്കായി ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിടും. ദൈവം നൽകിയ നന്മകൾക്കായി ദൈവമേകിതൻ സൂനുവേ പാപി എനിക്കായി ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 10-ാം തിരുവചനമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ മകനെ മകളെ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഭാവി പറയുന്നവരെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൽ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആഭിചാര പ്രവർത്തികൾ. ഇപ്പോൾ നിയമാവർത്തനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവമായ കർത്താവ് തരുന്ന ആ ദേശത്ത് വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ നിങ്ങൾ അനുകരിക്കരുത്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ആഭിചാര പ്രവർത്തികൾ. എന്താണ് ആഭിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ശത്രുവിനെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ചും കൊണ്ട് പൈശാചിക ശക്തികളുടെ പ്രവർത്തനത്താൽ അല്ലെങ്കിൽ പൈശാചിക ശക്തികളോട് ചേർന്ന്, പിശാചിനോട് ചേർന്ന് ഒരു വ്യക്തിക്കെതിരെ ചെയ്യുന്ന പ്രവർത്തികളാണ് ആഭിചാര പ്രവർത്തികൾ എന്ന് നമ്മൾ കാണുന്നു ബൈബിളിൽ. നമ്മൾ പല മേഖലകളെക്കുറിച്ച് കേൾക്കുമ്പോഴും ഒരു ഭയം തോന്നാമെങ്കിലും കർത്താവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രവർത്തികൾ നമ്മൾക്കെതിരെ ആരെങ്കിലും ചെയ്താലും അത് നമ്മളെ ബാധിക്കില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സംഖ്യാപുസ്തകം 23-21, 23 ആദ്യം വായിക്കാം. 23 എല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണ്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. ഇനി എന്തുകൊണ്ട് അവർക്കത് ബാധിച്ചില്ല എന്ന് വെച്ചാൽ 21-ാം തിരുവചനം, അതിൻ്റെ തൊട്ട് മുകളിൽ, 22-ന് മുകളിൽ, യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല, അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട്. അപ്പോൾ ആഭിചാര പ്രവൃത്തി തീർച്ചയായിട്ടുമുണ്ട്. മന്ത്രവാദമൊക്കെ നമ്മൾ പിന്നെ ചിന്തിക്കും. ആഭിചാര പ്രവൃത്തി തീർച്ചയായിട്ടുമുണ്ട്. അത് ചിലപ്പോൾ എന്നെയോ നിങ്ങളെയോ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പൈശാചിക ശക്തിയാൽ പ്രവർത്തിക്കുന്നവരോ അന്ധവിശ്വാസം കഴിയുന്നവരോ. ക്രിസ്തീയ മേഖലകളിൽ ഇത് വളരെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്രകാരമുള്ള പ്രവർത്തികൾ പിശാചിനോട് ചേർന്ന്, അവൻ്റെ ശക്തിയോട് ചേർന്ന് പലരും ചെയ്യുന്നുണ്ട്. എന്നാൽ കർത്താവിനോടൊപ്പമായിരുന്ന് വിശുദ്ധിയിൽ, സ്നേഹത്തിൽ, പ്രാർത്ഥനയിൽ ആയിരുന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും ബാധിക്കത്തില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദുർമന്ത്രവാദം അല്ലെങ്കിൽ ശത്രുവിനെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ ചെയ്യുന്ന ദുർമന്ത്രവാദ മേഖലയാണിത്. നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു വരും. കഴിഞ്ഞുപോയ ആഴ്ചയിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ മാരിയോ ജിജി ദമ്പതികളുടെ ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു ചർച്ചാ വിഷയം. അതിന് മുമ്പത്തെ ആഴ്ചയിൽ സഹരക്ഷക എന്നുള്ള പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. നമുക്കറിയാം, അന്ത്യകാലത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ അവരെക്കുറിച്ച് അധികമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, എങ്കിലും അല്പം 1-2 കാര്യം ഒന്ന് പറയുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ നമ്മളിന്ന് ചിന്തിക്കുന്ന ഈ അന്ധവിശ്വാസം, അന്ധകാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം. ഏകദേശം ഒരു 8 വർഷം, എനിക്ക് അതിനു മുമ്പ് തന്നെ ഏതാണ്ട് വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് അധികം പരിചയമില്ല, ധ്യാനാവസരങ്ങൾ കാണുകയും ഉള്ള ഒരു പരിചയം വെച്ച് ഈ മാരിയോ ജോസഫിനെ എനിക്കറിയാം, ജിജി എനിക്ക് അറിയില്ല. അപ്പോൾ മാരിയോ ജോസഫിനെ എനിക്ക് അറിയാവുന്നതാണ്. പുള്ളി ക്യാൻസർ ആയിരുന്ന സമയത്താണ് ഞാൻ പരിചയപ്പെട്ടത്. ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സമയത്ത് സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം, ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉള്ളതാണ്.
ഞാൻ അവരുടെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചൊന്നുമല്ല പോകുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത് വന്നതിൻ്റെ ചില മേഖലകളൊന്ന് ചിന്തിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഒരുപാട് കുടുംബങ്ങളെ തകർക്കുന്ന പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൈവോഴ്സ് തന്നെ ഒരു പൈശാചിക അരൂപിയുടെ പ്രവർത്തനം വഴിയാട്ടോ. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം, സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ വീഴ്ച വരുന്നു, മനുഷ്യർക്ക് വിശ്വസ്തത നഷ്ടപ്പെടുന്നു. ഇനി ചാനലുകളൊക്കെ പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവർ ഒരിടത്തിൽ പറഞ്ഞാൽ ബൈബിൾ ഒരു വചനം ഇവരെ സംബന്ധിച്ചിടത്തോളം പൂർത്തീകരിക്കപ്പെട്ടൊരു വാക്കാണ്. യൂദാസിലേക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, പണ്ട് തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ട ചില ദുഷ്ട മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട്. അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിന് വേണ്ടി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ അവർ തള്ളിപ്പറയുകയും ചെയ്യുന്നു. അവരെ തകർച്ചയുടെ അടിസ്ഥാന കാരണം ഇതാണ്. ദൈവത്തിൻ്റെ കൃപ ഒരിക്കൽ അവരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ കൃപ അവർ പണസമ്പാദനത്തിനും പ്രശസ്തിക്കും പദവിക്കും വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. കുടുംബത്തെ അവർ സോഷ്യൽ മീഡിയ വഴി വിറ്റ് പണമുണ്ടാക്കാൻ തുടങ്ങി. യേശു ക്രിസ്തു, ഒരു കാര്യം ഞാൻ പറയട്ടെ, പലരും അവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും ജീവിക്കുന്നതായി. ഒരിക്കൽ പോലും അവർ യേശുവിൻ്റെ നാമത്തിലല്ല മുന്നോട്ട് പോയത്. മുൻകാലങ്ങളുണ്ടായിരിക്കുക, പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളിൽ യേശു അവർക്കൊരു കച്ചവടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് എനിക്കറിയാവുന്നൊരു കാര്യം, ഞാനിവിടെ കുറേ നാൾ ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെയാണ് പുള്ളിയുടെ ധ്യാനങ്ങളൊക്കെ, താമസമുള്ള ധ്യാനങ്ങളൊക്കെ കൂടുതൽ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ എല്ലാവർക്കും പരിചയമുള്ള ജിൻസ് അച്ഛൻ ഈ വ്യക്തിയുടെ സ്പിരിച്വൽ ഫാദറായിട്ട് കുറേ നാൾ ഉണ്ടായിരുന്നു. കണത്തിപ്പറമ്പിൽ അച്ഛന് പറഞ്ഞിട്ടായിരിക്കും അത് ചെയ്തത്. എന്തായാലും ജിൻസ് അച്ഛൻ അങ്ങനെയാണ് യൂട്യൂബിൽ ഇത്രയും ഫേമസ് ആവുന്നതിൻ്റെ കാരണം ഈ മനുഷ്യൻ വഴി വന്ന ഒരു വഴി തുറന്നു കൊടുത്തെന്ന് വേണം പറയാം. ഇപ്പോൾ അവർ തമ്മിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെയൊക്കെ വെച്ച് നടക്കുന്ന സമയങ്ങളിൽ പുള്ളി പറഞ്ഞ ചില കാര്യങ്ങൾ പലപ്പോഴും അവിടെ ടീമിലുള്ളൊക്കെ ഇവരിങ്ങനെ ചെയ്യുന്നൊരു കാര്യമാണ്. അവരുടെ ഒരു ലക്ഷ്യം ഇതായിരുന്നു, കൂടുതൽ സമ്പത്തുള്ളവർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളവർ, സമൂഹത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ, ഒരു വാക്ക് പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഞാനിത് പറയുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെതിരെ ശക്തമായ തെറ്റ് ചെയ്തവരാണ് ഇവർ രണ്ടുപേരും. അത് അനുദപിക്കാതെ, കർത്താവ് എല്ലാ മനുഷ്യൻ രക്ഷിക്കും, കർത്താവ് എല്ലാവരോടും കരുണ കാണിക്കും, പക്ഷെ അനുദപിക്കാതെ ഇനിയും അവർ മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവം അവരുടെ കാര്യത്തിൽ ശിക്ഷാവിധി തന്നെ വന്നു കഴിഞ്ഞു. കാരണം ഇത് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവും, ചില ധാരണ എന്ന് വെച്ചാൽ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി അവരെ നമുക്ക് നേടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ഒരു സഹതാപ തരംഗമാണ്. നമുക്ക് ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈശോയുടെ കൂടെ 3 വർഷത്തിൽ കൂടുതൽ നടന്ന യൂദാസ് ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ്? ബാക്കി എല്ലാവരും കേട്ട സുവിശേഷം യൂദാസും പലപ്പോഴും കേട്ടു, അത്ഭുതങ്ങൾ കണ്ടു, ആത്മഹത്യയിലേക്ക് പോയ, നാശത്തിലേക്ക് പോയ ഒരുപാട് പേർ ക്രിസ്തുവിൽ വിശ്വസിച്ച് തിരിച്ചു വരുന്നത് കണ്ടു, കൊടും പാപിനികൾ തിരിച്ചു വരുന്നത് കണ്ടു. യൂദാസ് എന്തേ തിരിച്ചു വരാഞ്ഞത്? ഇത് തന്നെ സംഭവിച്ചത്. മത്തായി സുവിശേഷം 7:21 പറയുന്നുണ്ട്, അന്ന് പലരും വന്ന് എൻ്റെ നാമത്തിൽ എന്നോട് പറയും, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, യേശുവിൻ്റെ നാമം ഉപയോഗിച്ചു. പക്ഷേ ക്രിസ്തുവുമായിട്ട് അവർക്ക് ബന്ധമില്ലായിരുന്നു. കാരണം അവർ ഏകദൈവ വിശ്വാസത്തിലല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. ഒരു മനുഷ്യൻ പ്രാർത്ഥന കൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി സഹായിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവർ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും അനുദപിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ കൂടുതൽ തകർച്ചകളിലേക്ക് അവർ ചെല്ലുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സഹതാപമല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒന്ന് വിവേകമാണ്. അതോടൊപ്പം ഏകദൈവ വിശ്വാസം പ്രധാനപ്പെട്ടതാണ്. ക്രിസ്ത്യാനിയോട് സംസാരിക്കുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച്, മുസ്ലിമോട് സംസാരിക്കുമ്പോൾ അവരുടേതായ ആരാധനാ രീതികളെയും ഖുർആനും കോട്ട് ചെയ്യുന്നു. ഹിന്ദുക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗീതയും ഭഗവത്ഗീതയും മറ്റ് പുസ്തകങ്ങളുമൊക്കെ കോട്ട് ചെയ്യുന്നു. അപ്പം ഏകദൈവമാണോ എന്ന് വെച്ചാൽ പറച്ചിൽ അങ്ങനെയൊക്കെ പറഞ്ഞു വരുമെങ്കിലും ക്രിസ്തുവിൻ്റെ പേരിൽ എല്ലായിടത്തും കയറിപ്പറ്റി സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചു, വൈദികരെ ധ്യാനിപ്പിച്ചു. എനിക്കറിഞ്ഞൂടെ ഇവർക്കൊക്കെ എന്തുമാത്രം വിവേകം ഈ കാര്യത്തിലുണ്ടെന്നുള്ളത്. യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്നതുകൊണ്ട് ഒരാൾ പരിശുദ്ധാത്മാവിലാകണമെന്നില്ല. കാരണം ബൈബിൾ പറഞ്ഞല്ലോ, എല്ലാ ആത്മാക്കളെ നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ചത്
ദൈവത്തിൽ നിന്നാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ല ഒരാളെ വാക്ചാതുര്യം കണ്ട്, കഴിവ് കണ്ട്, ശൈലി കണ്ട്, പ്രവർത്തനങ്ങൾ കണ്ടിട്ടല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത്. ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയണം. എല്ലാ മതവും ഒന്നാണ്, എല്ലാ വിശ്വാസവും ഒന്നാണ്, പല രീതിയിൽ നമ്മൾ വിളിക്കപ്പെടുന്നു. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പലരോടും എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്നിടത്ത് പറഞ്ഞു, ഈ പോക്ക് ശരിയല്ല, ഇത് ഏകദൈവ വിശ്വാസത്തിനെതിരാണ്, ഈ വ്യക്തി ക്രിസ്തുവിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ പേരിൽ ഇവർ ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് അവർ തങ്ങൾക്കുള്ള കഴിവുകൾ ക്രിസ്തുവിൻ്റെ പേരിൽ ഉപയോഗിച്ച് ജനത്തെ വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങൾ. അതുപോലെ തന്നെ ചാരി ഈറ്റബിൾ സൊസൈറ്റി, രണ്ടുപേരുടെ കളിയാക്കുന്നൊരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ അനുഗമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒട്ടാഴ്ചനെ, അതുപോലെ തന്നെ അവരെ വളർത്തിക്കൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രം, നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്ത വ്യക്തികളുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് ധ്യാന ഗുരുക്കന്മാർ, ശുശ്രൂഷകർ 10 പൈസ പോലും സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എടുക്കാതെ തങ്ങളുടെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി കൊടുത്തുപോയ ഒരുപാട് വ്യക്തികളുണ്ട്. അവരെയൊക്കെ അവഹേളിച്ചു പോയത്. ക്രിസ്ത്യാനിക്ക് സാമൂഹ്യ പ്രവർത്തനമല്ല പ്രധാനമായിട്ട് വേണ്ടത്. കാരണം നമ്മളൊരു ദരിദ്രനെ എത്ര നാൾ സഹായിക്കാൻ പറ്റും? എത്ര നാൾ നമ്മൾ സഹായിക്കും? ദരിദ്രനെ നമ്മൾ സഹായിക്കണം, ആഹാരം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, എല്ലാം ചെയ്തു കൊടുക്കണം. ബൈബിൾ പറയുന്ന ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ തൃപ്തിപ്പെടാവുന്ന, എന്നാലും തൃപ്തിയില്ലാത്ത മനുഷ്യരല്ല ലോകത്തിലുള്ളത്. പക്ഷെ ക്രിസ്തു ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നാൽ, ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പൂർണ്ണ തൃപ്തിയിലേക്ക് കടന്നു വരും. പക്ഷേ ഇത് നമ്മൾ പഠിപ്പിക്കുന്നില്ലല്ലോ. ക്രിസ്തുവിൻ്റെ പേര് വെച്ച് ഇറങ്ങിത്തിരിക്കുന്ന പല മേഖലകൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും മനസ്സിലാക്കണം, അവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശക്തമായി അനുദപിച്ച് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ അവരെ പിടികൂടിയിരിക്കുന്ന ഈ 1-ാം പ്രമാണ ലംഘനമാകുന്ന പൈശാചിക ശക്തി അവരിന്ന് വിട്ടുപോവുകയുള്ളൂ. അവരത് സമ്മതിക്കണം, ഞങ്ങൾ പറഞ്ഞതെല്ലാം തെറ്റാണ്. കുടുംബജീവിതത്തിൻ്റെ മനോഹര കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ ഇപ്പോൾ കല്യാണം കഴിക്കാത്ത അച്ഛന്മാർ സിസ്റ്റേഴ്സും കുടുംബജീവിതത്തിൻ്റെ ധ്യാനം നടത്തുന്നുണ്ട്. ഒരു വ്യക്തി പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ധ്യാനിപ്പിച്ച് കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ ധ്യാനിപ്പിച്ച് ഡൈവേഴ്സായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ, പലയിടത്തും നടക്കുന്നതല്ലേ. ഞങ്ങളാണെങ്കിൽ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ നിന്ന് ആൾക്കാർ പോകുന്നേ, അതൊന്നും ഇവിടെ ബാധകമല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതാണ്ട് രസകരമായ കുറച്ച് കാര്യം കേൾക്കുമ്പോഴോ വലിയ തത്വങ്ങളൊക്കെ, എന്തുകൊണ്ടാണ് ഇത് പ്രാക്ടിക്കലിലേക്ക് വരാത്തതിൻ്റെ കാരണം കർത്താവുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ തിരിച്ചു വരണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈശോ ഇത്രയും ദ്രോഹിച്ച മനുഷ്യർ അത് ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് ഉപവസിച്ചൊക്കെ പ്രാർത്ഥിച്ച് ദൈവസന്നിധി കരുണയ്ക്ക് വേണ്ടി യാചിച്ച് കർത്താവ് തെറ്റ് പറ്റിയെന്ന് മാത്രം പറയുകയല്ല, ആ തെറ്റുകൾ ഓരോന്നായിട്ട് സോഷ്യൽ മീഡിയ വഴി തെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുവാനായിട്ട് സാധിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ജനം വീണ്ടും വഴി തെറ്റും. ഓക്കെ, ഞാനതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ഇനി നമ്മൾ കാണുന്ന ഈ ആഭിചാര പ്രവൃത്തികളുടെ മേഖലകളിൽ പുതിയ നിയമത്തിലെല്ലാം നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1 പറയുകയാണ്, പോഷന്മാരായ ഗലാത്തിയാക്കാരെ യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? അപ്പോൾ ഈ കർത്താവിനോട് കൂടെ ജീവിക്കുന്നവരെ പോലും ആഭിചാരം ചെയ്തിരിക്കുന്നു ആര് എന്ന് വെച്ചാൽ പല പൈശാചിക പ്രവർത്തന മേഖലകളിലൂടെ ഇവർ കടന്നുപോയി. അതെന്താണ് സംഭവിച്ചത്? 3-ാം തിരുവചനം, ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം പോഷന്മാരാണോ നിങ്ങൾ? എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇവർക്ക് ഈ ആഭിചാരം വഴി വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്യദേവ ആരാധന വഴി വന്നത് എന്താ? ഇവർ ആത്മാവിൽ ആരംഭിച്ചു. ഇപ്പം നേരത്തെ പറഞ്ഞ വ്യക്തിയുടെ കാര്യം പോലെ ആത്മാവിൽ ആരംഭിച്ചു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ശരീരത്തിലാണ് അത് അവസാനിപ്പിച്ചത്. ആത്മാവിൽ ആരംഭിച്ചപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു. പണത്തിന് വലിയ സ്ഥാനം കൊടുത്തില്ല, സുഖത്തിന് സ്ഥാനങ്ങൾ കൊടുത്തില്ല, പ്രശസ്തിക്ക് സ്ഥാനങ്ങൾ കൊടുത്തില്ല. പക്ഷെ ശരീരത്തിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റി? എൻ്റെ ശരീരത്തിന് സുഖം വേണം, എൻ്റെ ശരീരത്തിനും മനസ്സിനും പ്രശസ്തി വേണം, പണം വേണം, എത്ര കിട്ടിയാലും തൃപ്തിപ്പെടുന്നില്ല. കണ്ടോ, ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം പോഷന്മാരാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അന്ധകാര ശക്തി കടന്നു വന്നാൽ ഇത് നടക്കും. ഇനി നമ്മളെല്ലാം സുവിശേഷ വേല ചെയ്യുമ്പോഴോ ക്രിസ്തീയ വിശ്വാസി ജീവിക്കുമ്പോഴോ പിശാച് ചുമ്മാതിരിക്കത്തില്ല. അവൻ ഏതെല്ലാം രീതിയിൽ നമ്മളെ തടയാൻ പറ്റുമോ അതെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിലുള്ള ആഭിചാര പ്രവൃത്തികൾ. അപ്പോൾ അതിന് വഴിവെച്ച് കൊടുക്കുന്ന, അവന് കടന്നു വരാൻ പറ്റുന്ന ഏതെങ്കിലും പഴുതുകളുണ്ടെങ്കിൽ ആ പഴുതുകളെ ആദ്യം അടയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. എന്ന് പറയുമ്പോൾ
ഞാനൊരു തെറ്റിലേക്ക് പോകുന്നു എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ ഞാനൊരു ശുശ്രൂഷകനായിരിക്കെ പറയട്ടെ, നമ്മൾ ശുശ്രൂഷ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കർത്താവെ, എൻ്റെ ആത്മാവിനെ അവിടുന്ന് വിശുദ്ധീകരിക്കുക. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അവഹേളനാപാത്രമായി മാറ്റപ്പെടുകയും നമ്മളോടൊപ്പം തന്നെ നിരവധി ആത്മാക്കൾക്ക് കണക്ക് കൊടുക്കേണ്ട ഒരു ശിക്ഷാവിധി കൂടി, അല്ലെങ്കിൽ ഒരു വിധി കൂടി നമ്മുടെ മേൽ വന്നു ചേരുകയും ചെയ്യും. തലമുറകൾ നശിച്ചു പോകും. ഇവർ ചെയ്ത ചതിയുടേതാണ് ഇവർ മക്കൾ വരെ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം യേശു യേശു എന്നുള്ള വാക്കൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യേശു എന്നുള്ള വാക്ക് ഇഷ്ടം പോലെ പേര് പറയുന്നുണ്ട്. പക്ഷേ വിശ്വാസമില്ലാത്തവനും വിളിച്ച് പറയും ചിലപ്പോൾ. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ യേശു നാമവും വിശ്വാസമില്ലാത്തവൻ്റെ യേശുനാമവും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയുക. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-20 ജഡിക വ്യാപാരങ്ങളെക്കുറിച്ച് പറയുന്നൊരു വാക്കാണ് വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, അങ്ങനെ പോകുന്നു. അപ്പോൾ ആഭിചാര പ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. ഒന്ന്, എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി ഇല്ലാതായി തീരുവാൻ വേണ്ടി, ശത്രു എന്ന് നിങ്ങൾ കരുതുന്ന വ്യക്തി ഇല്ലാതായി തീരാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ആഭിചാര പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? ഇനി അതെന്തൊക്കെയാണ്? പിശാചിന് സഹായം തേടി പോവുക, പൈശാചിക മന്ത്രവാദം കൂടോത്രക്കാരുടെ അടുത്തേക്ക് പോവുക. അതുപോലെ തന്നെ നരബലി, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന, കാരണം കുഞ്ഞിനെ കൊന്നിട്ട് അതുവഴി ഐശ്വര്യമുണ്ടാവുമെന്ന് കരുതുന്നവർ. അതിന് മറ്റൊരു മേഖലയാണ് നാളെ നമ്മൾ ചിന്തിച്ചു പോയതാണ്. ഈ കൊച്ച് ജനിക്കുമ്പോൾ ഈ കൊച്ച് ഇന്നതിന് കുഴപ്പം, ചിലപ്പോൾ ചിലർ ജനിക്കുന്നതോടുകൂടി വീട്ടിൽ ആർക്കെങ്കിലും മരണം സംഭവിക്കും, അതുകൊണ്ട് ഈ കൊച്ച് വന്നത് കുടുംബത്തിന് പ്രശ്നമാണെന്ന് പറഞ്ഞ് വിധിക്കുന്നവരുണ്ട്. വെറുതെ പറഞ്ഞൊരു ബലിയാണത്, നരബലി നമ്മൾ അടുത്ത് നടക്കുന്നത്. അതുപോലെ തലയോട്ടി, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കും. തലയോട്ടി, അസ്ഥി കഷ്ണങ്ങൾ, കോഴി, ഓന്ത്, പൂച്ച, തവള, പല്ലി, ഇതിൻ്റെയൊക്കെ തലയറുത്ത് എടുത്തിട്ട് അതിനകത്ത് പൈശാചിക ശക്തിയെ ആവാഹിച്ച് കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇരുതലമൂരിയുടെ കാര്യം നിങ്ങൾക്കറിയാം, കേസൊക്കെ ആകുന്ന പല കാര്യങ്ങളാണ്. വെള്ളിമൂങ്ങ, ഇതൊക്കെയുണ്ട്. എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്, അവിടെ മന്ത്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ആശുപത്രിയാണ്. അപ്പം ആ ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് ചെല്ലുന്നവരെല്ലാം അവർ ചെയ്യുന്നൊരു കാര്യം, മന്ത്രവാദം വഴി ആ രോഗത്തെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മറ്റു മത ആചാര രീതികൾക്കനുസരിച്ചുള്ള, പ്രത്യേകിച്ച് അവർ ഹൈന്ദവരാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള പ്രസാദവും ജലവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ഇങ്ങനെ ഉഴിയലും പിഴിയലും ഒക്കെ കാണിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ കവടി നിരത്തിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്ത് അങ്ങനെ ആക്കി തീർക്കും. കാറ്റിസോത്തെ കാത്തലിക് ചർച്ച് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു വരും. പിന്നെ അവിടെ പറയുന്നുണ്ട്, ആഭിചാരത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും മതാത്മക സുഹൃത്തത്തിന് ഗൗരവപൂർവമാമിതം എതിരാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആഭിചാരത്തിനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഒരുപാട് ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ്. എന്താണത്? ദാമ്പത്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം സ്ത്രീകൾ ദുരുപയോഗിക്കപ്പെടുന്നൊരു മേഖല കാണാൻ പറ്റും. അതുപോലെ തന്നെ മക്കളെ ലഭിക്കാൻ വേണ്ടിയിട്ട്, കാരണം സ്ത്രീ ഗർഭിണിയാകാൻ വേണ്ടിയിട്ട് ചെയ്യും, വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഈ അന്ധത കയറിക്കഴിഞ്ഞാൽ ബോധമില്ല. ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട്, അത് നമ്മുടെ ഇടയിലും ഈ പ്രാർത്ഥനാക്കാരെന്ന് പറയുന്നൊരു മേഖല എന്ന് പറയുമ്പം ഈ സന്ദേശം എടുക്കുന്ന നേരത്തെ പറഞ്ഞതുപോലത്തെ ആൾക്കാർ, അതുപോലെ തന്നെ സന്ദേശമൊക്കെ എടുത്ത് ഇവരെങ്ങ് മയക്കിക്കഴിയുമ്പം ചില ആൾക്കാർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്, മകളെ കൊണ്ടുവന്നു. അപ്പം മകൾക്ക് ഒരു രോഗമുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, മകളുടെ ശരീരത്തിൽ ഇന്ന ഭാഗത്ത്, ഇപ്പോൾ ബ്രസ്റ്റിലൊരു മുഴയുണ്ടെന്ന് വെച്ചോ, ഉടനെ തന്നെ പ്രാർത്ഥിക്കുന്ന ആൾ പറയും അവിടെ കൈവച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ശരീരത്തിന്മേ കൈവച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും വേറൊരാൾ, നമുക്ക് തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചോ, കാരണം നിൻ്റെ ശരീരത്തിന്മേലുള്ള അധികാരം ദൈവത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവനാമത്തിൽ നിനക്ക് സ്വയം നിൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ സ്പർശിക്കാൻ അവകാശമുണ്ട്. അതല്ല എങ്കിൽ കുടുംബജീവിതത്തിൽ ജീവിതം പങ്കാളിക്കും. അങ്ങനെയെങ്കിൽ പുറത്തുള്ള ഒരാൾ എൻ്റെ ശരീരത്തിൽ സ്നേഹപൂർവ്വം തലവിടുന്നതല്ല ഞാനീ പറഞ്ഞത്. സ്നേഹപൂർവ്വം ഇങ്ങനെയുള്ള ഭാഗത്തും തലവിടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ അവർ പ്രാർത്ഥിക്കുകയാണ്, അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്നവർ കൈവച്ച് പ്രാർത്ഥിക്കുക. ഉടനെ അതിനു വേണ്ടി നിന്നു കൊടുക്കുന്ന ചില ചേട്ടത്തിമാരുണ്ട്, ചില മക്കളെ കൊണ്ടുവരും ചില സഹോദരങ്ങൾ. എന്തുമാത്രം പ്രശ്നങ്ങളാണെന്നറിയാം. പിന്നെ അതുപോലത്തെ മേഖലകൾ, ചിലർ ഫോണിൽ കൂടി, ഞാൻ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കാര്യം ചെയ്തോ. നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കൈവെക്കുന്നൊക്കെ പറയാം. ഇത് ഫോണിൽ കൂടെ പിന്നെ വേറെ ചില ഇടപാടുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം അവസാനിപ്പിച്ചോണം.
ഞാൻ ഓർക്കുന്നുള്ളൊരു മകളുടെ കല്യാണം നടക്കാത്തതിന് വേണ്ടി അമ്മ മകളെ കൊണ്ടുവന്നിട്ട് അത് ഒരു സാമിയാണ്, ആ സാമിയെ കൊണ്ട് അരയെ കെട്ടിച്ചിരിക്കുക. സാമിയെ കെട്ടിക്കോ. സാമി പറഞ്ഞു ഞാൻ കെട്ടിത്തരണം, ഇനി ഇത് അഴിക്കണം, ഞാൻ അഴിക്കണം. കെട്ടുന്നത് ഞാൻ കെട്ടിത്തരണം, അഴിക്കണം ഞാൻ അഴിക്കണം. അപ്പോൾ 2 പ്രാവശ്യം ഇതിൻ്റെ അര കാണാനും ശരീരം കാണാനും അയാൾക്ക് എളുപ്പമായി. എന്തെല്ലാം പരിപാടികളാണെന്നറിയാം. ഒരു വിവേകവും ഇല്ലാതെ കൊണ്ടുപോയി ഇങ്ങനെയുള്ള മനുഷ്യരെ മുമ്പിൽ കൊണ്ടുവന്ന് നിൽക്കും. മായാജാലം പോലെ കാണിക്കുക. പല പരിപാടികളാണ് ഇതൊക്കെ. ഈ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില മനുഷ്യരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റുവാൻ യേശുക്രിസ്തു പൂർണ്ണമായിട്ടും എല്ലാം കൊണ്ടും നിറഞ്ഞവനാണ്, പറ്റുന്ന മതിയായവനാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ എന്ത് സഹായിക്കുക? പ്രാർത്ഥിക്കാം, നിങ്ങളുടെ പ്രശ്നം ഇതാണ് എന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മ തന്നാൽ മാത്രം കുഴപ്പമില്ല. പക്ഷേ ഇത് വെച്ചും കൊണ്ട് ഈ മുതലെടുപ്പുകൾ, ലൈംഗികമായ ചില ഇടപാടുകൾ, ലൈംഗിക ചൂഷണങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുക. ആഭിചാരത്തിൻ്റെ പേര് ഒരുപാട് ലൈംഗിക പീഡനം നടന്നുകൊണ്ടിരിക്കുക. ലൈംഗിക പീഡനം ഈ നരബലിയൊക്കെ നടന്ന സമയങ്ങളിൽ ഈ ലൈംഗിക പീഡനമാണ് പ്രധാനമായിട്ട് നടന്നത്. അത് കഴിഞ്ഞിട്ട് അവരെ കൊന്നത്. അതും അത് ഏത് മാറ്റിപ്പെട്ടവരാകട്ടെ, പ്രാർത്ഥിക്കാൻ വരുന്ന ആളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് പ്രീതിപ്പെടുക, ദൈവത്തിന് പ്രീതി ഉണ്ടാവുക. ക്രിസ്ത്യൻ വിശ്വാസിക്ക് ഇത് എവിടെ ബൈബിളിലുള്ളത്? അങ്ങനൊരു സംഭവം പോലുമില്ല. നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ജെസബൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോ അത് എടുത്തു പറയുകയാണ്. യോഹന്നാന് കൊടുത്ത് വെളിപാട് വഴി പറയുമ്പോൾ ജെസബലിനെ കുറിച്ച് എടുത്ത് വെളിപാട് പുസ്തകത്തിൽ പറയുമ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അവൾ ആഭിചാരം അതുപോലെ വലുതായിരുന്നു. രാജാക്കന്മാർ 2-ാം പുസ്തകം 9-ാം അധ്യായം 22 പറയുന്നുണ്ട്, യോറോ നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് ചോദിച്ചു. അവൻ പറഞ്ഞു, നിൻ്റെ അമ്മ ജെസബേലിൻ്റെ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും? ആഭിചാരം ചെയ്യുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ ഒരിക്കലും സമാധാനമുണ്ടാവുകയില്ല. സാവൂൾ എന്തുകൊണ്ടാണ് മരിച്ചത്? സാവൂളിൻ്റെ ദുർമരണത്തിൻ്റെ കാരണം സ്വന്തം വാളിന്മേൽ വീണാണ് സാവൂൾ മരിക്കുന്നത്. കൂടെയുള്ള മക്കൾ മരിച്ചുപോയി. അവിടെ ദിനവൃത്താന്ത പുസ്തകം 1-ാം പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം 13 പറയുന്നുണ്ട്, അവിശ്വസ്തതയാണ് സാവൂളിൻ്റെ മരണത്തിന് കാരണം. എന്താ അവിശ്വസ്തത? അവൻ കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു. അപ്പോൾ ചിന്തിച്ചു നോക്കണം, ചില മരണങ്ങളുടെ പിന്നിലും ഈ ആഭിചാര പ്രവൃത്തികൾ ഉണ്ട്. നിങ്ങൾക്കെതിരെ ഒരാൾ ചെയ്തോട്ടെ, അങ്ങനെ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നിങ്ങളെ അത് ബാധിക്കണമെങ്കിൽ ദൈവവുമായിട്ട് ബന്ധത്തിലായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് ബാധിക്കത്തില്ല. അതാണ് നമ്മൾ വായിച്ചത്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കത്തില്ല. അപ്പം നിങ്ങൾ യാക്കോബിനെ പോലെ ആയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ആഭിചാരം ഏൽക്കാതെ വരത്തുള്ളൂ. അല്ലാതെ നിങ്ങളൊരു ആഭിചാരം ചെയ്യുമ്പം ക്രിസ്തീയ ആഭിചാരം പോലെ ക്രിസ്തീയ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. കാരണം യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ മാർഗമെന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. അതിനുവേണ്ടി മുഴുവനും ബലിയായി തീർന്നത് അതുകൊണ്ടാണ് ആ പൗലോസപ്പോസ്തലൻ ആ വാക്ക് ഉപയോഗിച്ചത്. എന്താണ്? അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ. അപ്പോൾ ക്രൂശിതനായ കർത്താവ് നിങ്ങളുടെ കൂടെ ആയിരിക്കെ നിങ്ങളെ ആരാ ആഭിചാരം ചെയ്തത്? അപ്പോൾ നിങ്ങൾ ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല, അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ദിനവൃത്താന്ത 2-ാം പുസ്തകം 33:6 പറയുന്നുണ്ട്, സ്വന്തം പുത്രന്മാരെ അവൻ ബിൻഹിന്നോം താഴ്വരെ ഹോമിച്ചു, ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെ ഉപദേശമാരായുകയും ചെയ്തു. യെശയ്യാ 47:1 കന്യകയായ ബാബിലോൺ പുത്രി ഇറങ്ങി പൊടിയിലിരിക്കുക, കൽദായ പുത്രി സിംഹാസനം വെടിഞ്ഞ് നിലത്തിരിക്കുക, ചെറുപ്പം മുതൽ നിന്നോടൊത്ത് വ്യാപരിച്ച ആഭിചാരകന്മാർ നിന്നെ ഉപേക്ഷിച്ച് താങ്കളെ വഴിയെ പോകും. 15-ാം തിരുവചനം അത്. നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. യെശയ്യാ പ്രവചനം 2:6 പറയുന്നുണ്ട്, അങ്ങ് സ്വന്തം ജനത്തെ യാക്കോബിൻ്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു. യാക്കോബിനെ ആഭിചാരം ഏൽക്കത്തില്ല, പക്ഷേ യാക്കോബിൻ്റെ ഭവനത്തെ കൈവിട്ടു. കാരണം പിന്നെ വന്ന തലമുറകളെല്ലാം ഇത് ചെയ്തു, കൈവിട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, കാരണം രാജ്യം കിഴക്ക് നിന്നുള്ള ആഭിചാരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഫിലിസ്ത്യരെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട്. അതുപോലെ തന്നെ പറയുകയാണ്, ഈജിപ്തുകാരുടെ ധൈര്യം ക്ഷയിക്കും. യെശയ്യാ 19:3 അവരെ പദ്ധതികൾ ഞാൻ താറുമാറാക്കും,
അപ്പോൾ അവർ വിഗ്രഹങ്ങളോടും ആഭിചാരകന്മാരോടും വെളിച്ചപ്പാടന്മാരോടും മന്ത്രവാദികളോടും ആരായും. എന്ന് വെച്ചാൽ തകർച്ച വരുമ്പോൾ നിങ്ങൾ ആരെ അടുക്കിലേക്കാണ് ഓടുന്നത്? രോഗം വരുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? പ്രശ്നം വരുമ്പോൾ എങ്ങോട്ടാണ് ഓടുന്നത്? പ്രാർത്ഥിച്ച് സന്ദേശം എടുക്കുന്നവരിടത്തേക്കാണോ അതോ കർത്താവിൻ്റെ അരികിലേക്കാണോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു, ഒരു ശരിയായ പദ്ധതിയുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ പദ്ധതിക്ക് വിരുദ്ധമായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ പദ്ധതി മാത്രം നടപ്പിലാക്കപ്പെടണം. അതിനുവേണ്ടി തീരുമാനമെടുക്കണം. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആരെങ്കിലും തന്നെ കേൾക്കുന്ന ആരെങ്കിലും തന്നെ ആഭിചാര പ്രവർത്തികൾ നിങ്ങളുടെ അയൽക്കാരോ ബന്ധുക്കളോ മറ്റുള്ളവരോ നശിക്കാൻ വേണ്ടിയിട്ടോ അവരേതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, ചിലപ്പോൾ നശിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട്, ചില രോഗങ്ങൾ മാറാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട്, വസ്തു വിൽക്കാൻ വേണ്ടി ചെയ്യുന്നതുണ്ട്. വെറുതെ പറഞ്ഞാൽ ഈ വസ്തു വിൽക്കാൻ വേണ്ടി ആ പറമ്പിൻ്റെ മണ്ണെടുത്തുകൊണ്ട് വന്ന് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു ആഭിചാര പ്രവൃത്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ പറമ്പിൽ നിന്ന് കർത്താവിന് നന്ദി പറയുക. ഈ പറമ്പ് കർത്താവ് അങ്ങയുടേതാണ്, ഇത് വിൽക്കണമെന്ന് അങ്ങയുടെ ഗിതമാണെങ്കിൽ അത് നടക്കട്ടെ. ഇപ്പോൾ അതൊരു ശുശ്രൂഷ ചിലടുത്ത് മണ്ണെടുത്തുകൊണ്ട് വന്ന്, മുമ്പേ ഇടയ്ക്ക് പറഞ്ഞോന്ന് എനിക്കറിഞ്ഞൂടാ, ഒരു ധ്യാനഗുരു ചെയ്ത പണിയാണ്. അയലത്തെ പറമ്പ് മേടിക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ട്. അയാൾ ധ്യാനഗുരുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഉടനെ ധ്യാനഗുരു പറഞ്ഞു, ആ പറമ്പിലെ മണ്ണ് നിങ്ങൾ എടുത്തുകൊണ്ട് വരിക, ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചാ മണ്ണ് ആ പറമ്പിൽ കൊണ്ടുപോയിടുക. നിങ്ങൾക്ക് അല്ലാതെ വേറെ ആർക്കും ആ വസ്തു കിട്ടത്തില്ല. പുതിയ അവതാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ ആഭിചാര പ്രവൃത്തിയാണ്. പറയാനാണെങ്കിൽ നിരവധി ഉണ്ട് ആഭിചാര പ്രവൃത്തികൾ. അപ്പോൾ അതെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കണം. ഇന്ന് ഭൂരിഭാഗം ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പലരും നല്ലവരായ വിശുദ്ധരായ മനുഷ്യരുണ്ട്. എന്നാൽ പലരും ഇതിൻ്റെ പിന്നാലെയാണ്. കാരണം ഇങ്ങനെയൊക്കെ കുറേ കാണിക്കുമ്പോൾ പിശാച് അവരെ കൂടെ നിന്ന് ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ച് അടയാളങ്ങളൊക്കെ കാണിച്ച് ഒരു ആരാധനയൊക്കെ സ്വീകരിച്ചാവും പോകും. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, ഈശോ പരീക്ഷിക്കുന്ന സമയത്ത് പിശാച് പറഞ്ഞു, ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും, യേശുവിൻ്റേതാകുമെന്ന്. സൃഷ്ടിച്ച കർത്താവിനോട് പിശാച് പറയുകയാണ്, സൃഷ്ടി പറയുകയാണ്, എന്നെ ആരാധിച്ച് ഇതെല്ലാം നിനക്ക് തരാമെന്ന്. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ കിട്ടും. പിശാച് അവനെന്ത് ചെയ്യും? ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന എടുത്ത് അവൻ്റേതാണെന്നും പറഞ്ഞ് പിശാച് എടുത്ത് ഉപയോഗിക്കും, കൊടുക്കും. അതായത് ദൈവം തന്ന ദാനങ്ങളല്ലേ നമ്മുടെ ശരീരത്തിലെ ഓരോ ബലവും ആരോഗ്യമൊക്കെ. ഈ പാപം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആരോഗ്യം എവിടുന്നാണ്? അത് ദൈവം തന്നതാണ്. ആ പാപം ചെയ്യാൻ തന്നതല്ല, ആരോഗ്യം കർത്താവിന് വേണ്ടി ജീവിക്കാൻ തന്നതാണ്. നമ്മളിന്ന് അനുദപിക്കണം. നമ്മൾ ബൈബിളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, മിഖാ പ്രവചന പുസ്തകത്തിൽ 5-ാം അധ്യായം 12, ആഭിചാര വൃത്തികളെല്ലാം നിന്നിൽ നിന്ന് ഞാൻ നീക്കം ചെയ്യും, നിനക്കിനിമേൽ പ്രശ്നം വയ്ക്കുന്നവരുണ്ടാവുകയില്ല. ലേവ്യർ 19:26, നിങ്ങൾ രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്, ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ ചെയ്യരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾക്കിത് അനുവദനീയമല്ല. നമ്മൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ഒരു ശത്രുതയും വേണ്ട. എനിക്ക് എതിരെ ചെയ്തത് എനിക്കറിയാം, എൻ്റെ കുടുംബത്തിനെതിരെ ചെയ്ത പലരും കൊണ്ട് എനിക്കറിയാം. പക്ഷേ എനിക്ക് അവരോട് ഒരു വെറുപ്പും തോന്നിയില്ല, ഒരകൽച്ചയും തോന്നിയില്ല. ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പ്രാർത്ഥന. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം? നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പം, ശുശ്രൂഷ ചെയ്യുമ്പം നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം അനുഗ്രഹം എല്ലാം കർത്താവ് തരുന്നത് കാണുമ്പം അസൂയപ്പെട്ട് പലരും ചെയ്യും. അതവരെ പറയേണ്ട കാര്യമില്ല. പിശാചിന് അവരെ എടുത്ത് ഉപകരണമാക്കി ചെയ്യുന്നു. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. കർത്താവ് ഇവരെ കാര്യത്തിലൊന്ന് ഇടപെടണമേ, കാണണമേ. ആദിമസഭ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സാവൂൾ പൗലോസായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിരവധി പേർ ഈ പൈശാചിക പ്രവർത്തികളുടെ പിന്നാലെയാണ്. അതുകൊണ്ട് സകല ആഭിചാര പ്രവർത്തികളും നമ്മുടെ ഭാഗത്ത് നിന്ന് മാറിപ്പോണം. നമ്മൾ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ചെയ്തതിൻ്റെ സ്വാധീനം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ കർത്താവെ എന്നെ സംരക്ഷിക്കണമെന്ന് പറയണം. കാരണം ബൈബിളിൽ ഒരു വാക്കോടുണ്ട്, ഞാനതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു അടിസ്ഥാനം പിടികിട്ടും. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 18, ദൈവപുത്രൻ, ദൈവത്തിന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു, ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. നാം ദൈവത്തിനുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. അപ്പോൾ ദുഷ്ടൻ്റെ ശക്തി വലയമുള്ള ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ദുഷ്ടന് നമ്മളെ തൊടാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ദൈവപുത്രൻ നമ്മളെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. ആ സംരക്ഷിക്കാൻ കാരണം എന്താ? ഞാൻ ദൈവത്തിന് ജനിച്ച മനുഷ്യനായതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ വചനത്തിൽ ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ടാണ്.
കർത്താവ് പറയുന്നത് വള്ളി പുള്ളി തെറ്റാതെ ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ടാണ് പിശാചിന് എന്നെ തൊടാൻ പറ്റാത്തത്. കാരണം അതെൻ്റെ പുണ്യമല്ല, കർത്താവ് എന്നെ സംരക്ഷിക്കുന്നു, കർത്താവിൻ്റെ വാഗ്ദാനമാണത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവവചന പ്രകാരം മുന്നോട്ട് പോയിക്കോ, ദൈവവചനം പറയുന്ന പോലെ അനുസരിച്ച് അത് പാലിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തരായിട്ട് നിങ്ങൾ വിശുദ്ധിയോടെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയിക്കോ. ഒരു പിശാച് നമ്മളെ തൊടുകയില്ല എന്ന് തീർച്ചയാക്കാം. കാരണം അവന് നമ്മളെ ഭയപ്പെടുത്താൻ പറ്റും, പ്രലോഭിപ്പിക്കാൻ പറ്റും, പല രീതിയിലും അവന് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ വിജയം കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവർക്കാണ്. ഈ ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്ത ധ്യാനം ഫോളോ അപ്പ് ഉണ്ട്. അത് ഫോളോ അപ്പ് എല്ലാവർക്കും ഉള്ളതല്ല, നമ്മുടെ ധ്യാനങ്ങൾ സംബന്ധിക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഒരു ധ്യാനം കഴിഞ്ഞു. ഇനി നമ്മുടെ ഫോളോ അപ്പ് ഞാനിപ്പോൾ പറയുന്നില്ല. ഫോളോ അപ്പ് അവർക്ക് കുറച്ച് പേർക്കേ ഉള്ളത്. ഇനി താമസിച്ചുള്ള അടുത്ത ഒരു ധ്യാനം എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ളവർക്ക് വരാൻ പറ്റുന്ന ഒരു ധ്യാനം ഡിസംബർ മാസം 26-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ ഒരു 11 മണിയോടുകൂടി എല്ലാവരും എത്തിച്ചേരുന്നു. 11 മണി കഴിയുമ്പോൾ നമ്മൾ ആരംഭിക്കും. ഡിസംബർ മാസം 26 തൊട്ട് 31 വരെയാണ്. 31 രാത്രി നമുക്ക് ജാഗരണ പ്രാർത്ഥന ഉണ്ടായിരിക്കും. കാരണം ഈ വർഷത്തെ നന്ദിപൂർവ്വം കർത്താവിൻ്റെ മുമ്പിൽ അനുസ്മരിക്കുകയും വരാൻ പോകുന്ന വർഷം കർത്താവിൻ്റെ കരങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരിക്കും. അത് ഓൺലൈനും കൂടിയായിരിക്കും. അപ്പം താല്പര്യമുള്ളവർ ഗൂഗിൾ മീറ്റിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണമെന്ന്, വാട്സാപ്പിൽ വഴി മെസ്സേജ് ഇടണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ അടുത്ത ധ്യാനം ഇനി 26-നായിരിക്കും ഉള്ളത്. അത് ഇനി ബ്രൗസറൊക്കെ പിന്നെ ഇട്ടോളാം, നിങ്ങളെ അറിയിച്ചോളാം. എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിലൊക്കെ ഇടും, മെസ്സേജൊക്കെ ഇട്ടോളാം. അപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ മേഖലകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്കെതിരെ പോരാടുന്ന ഒരുപാട് ശക്തികളുണ്ട്. അവിടുന്ന് എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആത്മീയത്വത്തെക്കുറിച്ച്. എല്ലാ ആയുധങ്ങളും ധരിച്ച് വിശുദ്ധി ജീവിക്കാൻ ഞങ്ങൾ ഒരുക്കണമേ. ഞങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്ത ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, സമൂഹങ്ങളുണ്ടെങ്കിൽ, മേഖലകളുണ്ടെങ്കിൽ അവ വഴി വന്ന എല്ലാ അന്ധകാര ശക്തികളും യേശുക്രിസ്തുവിൻ്റെ അധികാരനാമത്തിൽ ഞങ്ങളിത് മാറിപ്പോകട്ടെ. ഞങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിലാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈശോയെ ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് ഉന്നതമായ ശക്തി നൽകണമേ. ഈ കാലഘട്ടങ്ങളിൽ ആത്മാക്കളെ തിരിച്ചറിയാനുള്ള ബലം നൽകണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. അന്ധകാര ശക്തികളുമായിട്ടുള്ള പോരാട്ടത്തിലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള അതിയായ ദാഹവും തീക്ഷ്ണതയും ഞങ്ങൾക്ക് നൽകണമേ. ആത്മീയ മേഖലകളിലെ തട്ടിപ്പുകൾ തിരിച്ചറിയുവാനും കെണിയിൽ പോയി വീഴാതെ മുന്നോട്ട് പോകുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷ നിങ്ങളെല്ലാവരും പങ്കെടുത്തതിന് നന്ദി. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അന്ധകാരമെന്നന്തരംഗത്തെ ബന്ധനം ചെയ്തടിമയാക്കി. അന്ധകാരമെന്നന്തരംഗത്തെ ബന്ധനം ചെയ്തടിമയാക്കി.